സഫലമി ജീവിതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഷെവലിയർ ശ്രീ CL ജോസ് സാറിന് സ്വാഗതം. സന്തോഷം. തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് അഖില കേരള റേഡിയോ നാടകോത്സവം 2ാം ദിവസം. ശോകപക്ഷി. ശ്രീ CL ജോസ് എഴുതിയ നാടകം. കരയാതെ മോളെ, വന്നതൊക്കെ വന്നു. നമുക്കിനി ചെയ്യേണ്ടത് ചെയ്യണം. ഞാൻ പോയിട്ട് വരാം. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ. വേണം, അത് ചെയ്തേ ഒക്കൂ. എനിക്ക് സമ്മതമല്ല. കാരണം സാറ് പറഞ്ഞ ഒരു കാര്യം, അതായത് സാറിൻ്റെ ജീവിതത്തിലൂടെയും സാഹിത്യകൃതികളിലൂടെയും സാറ് സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു എന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും പ്രസക്തമാണ്. സാറിൻ്റെ ജീവിതം തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമാണെന്ന് സാറിൻ്റെ അനുഭവ വിവരണങ്ങളിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ സാഹിത്യ കൃതികളിലാണെങ്കിൽ ആനുകാലിക പ്രസക്തിയുള്ള അനേകം വിഷയങ്ങൾ, സാമൂഹിക പ്രാധാന്യമുള്ള ഒത്തിരി വിഷയങ്ങൾ, ഇപ്പം ദയാവധം, ഗർഭഛിദ്രം, അതേപോലെയുള്ള മദ്യം, മയക്കുമരുന്ന്, ഇതേപോലെയുള്ള ഒത്തിരി വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു അത് എഴുതിയ കാലത്ത് മാത്രമല്ല ഇന്നത് കൂടുതൽ അതിൻ്റെ പ്രസക്തി വർദ്ധമാനമായി കൊണ്ടിരിക്കുന്നു. അത്തരം പ്രസക്തിയുള്ള നാടകങ്ങൾ എഴുതി ലോകത്തിന് സാറൊരു മാതൃക നൽകി. ഇതാണ് സാഹിത്യകാരൻ ചെയ്യേണ്ട സുവിശേഷ പ്രവർത്തനം, ഇതാണ് എന്ന ബോധ്യം സാഹിത്യകാരന്മാർക്ക് തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇന്നും ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ പ്രസക്തമായിരിക്കെ ഇന്നത്തെ സാഹിത്യകാരന്മാർ, പുതിയ സാഹിത്യകാരന്മാർ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണോ? പുതിയ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചൊക്കെ, ഇന്നത്തെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? പൊതുവെ എഴുത്തുകാർ, ഞാൻ നയിക്കുന്ന ആദർശ ശുദ്ധിയോടുകൂടി എല്ലാ എഴുത്തുകാരും പോകണമെന്നില്ല. അവർക്ക് എനിക്ക് എന്നെ നയിക്കാനും നിയന്ത്രിക്കാനും ഒരു നേതാവ് യേശു ഉണ്ടെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടം വരാത്തൊരു സംഗതി ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സംഗതികൾ തന്നെ വെച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ എഴുതാനും സാധിക്കും. എനിക്കിപ്പോൾ ഇന്ന് ഇത്രയും പ്രായം ആയിട്ടും ഇത്രയധികം നാടകങ്ങൾ എഴുതിയിട്ടും എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ നിരാശ ഇപ്പോഴുള്ളത്. പണ്ട് കാലത്ത് എല്ലാ പള്ളിമുറ്റങ്ങളിലും വാർഷികങ്ങളിൽ മൂല്യവാഹിയായ ജീവിതഗന്ധിയായ നാടകങ്ങൾ എല്ലാ വട്ടവും എല്ലാ പള്ളികളിലും അവതരിപ്പിച്ചിരുന്നു, അമ്പലമൈതാനങ്ങളിലും പള്ളിമുറ്റങ്ങളിലും ഒക്കെ. ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ നിരാശയ്ക്ക് കാരണം നാടകശൂന്യമായ പള്ളിമുറ്റം. ആ സമയത്ത് ഹൃദയസ്പർശിയായ ഒരു നാടകം, ഒരു ചെറിയ നാടകം, ഒരു വലിയ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ടാകുന്ന ചലനം, അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഈ കഥാപാത്രങ്ങളിലെ വേദനകളും വേവനാദികളും കണ്ണീർ തുള്ളികളും നെടുവീർപ്പുകളും സംഘർഷങ്ങളും ഒക്കെ
അവൻ്റെ മനസ്സിൽ നടക്കും. രംഗവേദിയിലെ നാടകം മനുഷ്യ ഹൃദയത്തിൽ നടക്കണം. അത് നടക്കുന്നില്ല. ആ നടക്കുമ്പോൾ ഒരുപാട് പരിവർത്തനമുണ്ടാകും. ഇന്ന് കലയിൽ കൂടി വേണം, മാർപ്പാപ്പ തിരുമേനി പോലും ആഗ്രഹിക്കുന്നത് കലയിൽ കൂടി വേണം ആളുകളെ ബോധവാന്മാരാക്കാൻ. സംഘർഷം നടക്കണ ഹൃദയത്തിൽ, നോ കോൺഫ്ലിക്റ്റ് നോ ഡ്രാമ എന്നാണല്ലോ. അപ്പോൾ ഹൃദയത്തിൽ സംഘർഷം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മനഃപരിവർത്തനത്തിലേക്കുള്ളൊരു കൊണ്ടുവരും. അപ്പോൾ കലയിൽ കൂടി യേശുവിനെ പ്രതിഷ്ഠിക്കാൻ ജനങ്ങൾക്ക് കഴിയണമെങ്കിൽ എഴുത്തുകാരുടെ നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം വേണം. വേദികൾ ഇപ്പോൾ ഞാൻ നിസ്സാരം വെറുതെ ഒരു കണക്കൊന്നും മനസ്സുകൊണ്ട് കണക്കാക്കി. ടോട്ടൽ പള്ളികൾ കേരളത്തിൽ തപ്പി നോക്കിയാൽ ഒരു 4,000-5,000 പള്ളിയില്ലേ. 5,000 പള്ളികളിൽ ഒരു വർഷത്തിൽ, ഒന്നിലധികം വാർഷികങ്ങളുണ്ട് പല സംഘടനകൾക്കും, വേണ്ട ഒരു വാർഷികത്തിൽ ഒരു നാടകം എന്നുള്ളതായിരിക്കും. 5,000 പള്ളികളിൽ 5,000 നാടകം ഒരു വർഷം മൂല്യവാഹിയായ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യമുള്ള നാടകം നടക്കും. ഒരു നാടകത്തിന് ചില സ്ഥലത്ത് 2,000 പേര് കാണും, ചിലത്ത് 500 പേര് കാണും, ശരാശരി 1,000 പേര് കാണും എന്ന് വയ്ക്കുക. 5,000 വേദികളിൽ 1,000 പേര് നാടകം കാണുമ്പോൾ ഒരൊറ്റ കൊല്ലം 50 ലക്ഷം ജനങ്ങളാണ് നാടകം കാണുന്നത്. മൂല്യവാഹിയായ ക്രൈസ്തവ അനുകൂലമായ നമ്മുടെ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് കുറച്ച് പേരെങ്കിലും അവരുടെ മനസ്സിൽ വെളിച്ചം കിടക്കില്ലേ. യേശു വിഭാവനം ചെയ്ത ലോകത്തിൻ്റെ രക്ഷ, സമൂഹത്തിൻ്റെ രക്ഷ, കുടുംബങ്ങളുടെ വിശുദ്ധീകരണം, ഇതൊക്കെ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും കലയെ ശക്തമായൊരു മാധ്യമമാക്കി നമ്മൾ ഉപയോഗിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു എന്നതാണ് സാറ് സൂചിപ്പിച്ചത്. വളരെ ശരിയാണ്. നാടകത്തിനെ കൂടി ധാരാളം ഇഫക്റ്റ് ഉണ്ടാവുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ സിസ്റ്ററിനുണ്ടായത്, ആ ജയിലിലുണ്ടായിരുന്ന ഒരു ദീപിക വാർഷികപ്പതിവിന് ഒരു ഏകാംഗം വേണമെന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടു. എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് ഏകാംഗങ്ങളൊന്നും ഉണ്ടാവില്ല. ആവശ്യം വരുമ്പോൾ അപ്പോൾ ചിന്തിക്കും. അപ്പോൾ എൻ്റെ പല ചിന്തകളും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഓരോന്നിടത്തുനിന്ന് മടച്ചു നോക്കുമ്പോൾ ഒരെണ്ണെടുത്ത് നോക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഇതിവൃത്തൊന്നും വരുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചിങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ലൂർദ് പള്ളിയോട് ബന്ധപ്പെട്ട് വിശാലമായ വലിയ സിമിത്തേരിയാണ്. അന്നൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സിമിത്തേരിയുടെ സൈഡിൽ കൂടി സന്ധ്യയായി കഴിഞ്ഞാൽ ഞങ്ങൾ പേടിച്ചിട്ട് ഓടുക, പ്രേതപിശാചുക്കൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു യുവാവ്, അനാഥനായ ഒരു യുവാവ്, ഒരു തോർത്ത് മാത്രം ഉപയോഗിക്കണം, അവന് ഷർട്ടില്ല. അവൻ എല്ലാ ദിവസവും രാത്രി മനോഹരമായൊരു മാർബിൾ കല്ലറിൽ വന്ന് കിടന്നുറങ്ങുക. ഒരു ദിവസം ഞാൻ പള്ളിയിൽ രാവിലെ ചെന്നപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് വരുന്നു, ഇതെന്താ നീ ഇവിടുന്ന്? ഞാൻ ഇവിടെ കിടക്കുക എല്ലാ ദിവസവും. ഇതിൽ എൻ്റെ ഒരു ചിത്രമുണ്ട്, ഇത് വെച്ചൊരു നാടകം എഴുതിയാലോ ആലോചിച്ചു. ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ ചിന്തിച്ചു. അപ്പോഴേക്കും പത്രാധിപരുടെ കത്ത് വന്നു, റിമൈൻഡർ, ജോസാറെ ഞങ്ങളുടെ നാടകം വാർഷിക പതിപ്പ് അച്ചടി തുടങ്ങി, നാടകം കിട്ടിയ ഏറ്റവും വേഗത്തിൽ അയച്ചതാണ്. അപ്പം ഞാൻ നാടകം, സിമിത്തേരിയാണ് പശ്ചാത്തലം. അതിരാവിലെ കട്ടൻ വരുമ്പോൾ ഒരു സിമിത്തേരിയിലെ മാർബിൾ കല്ലറിയിൽ ഒരു മനുഷ്യൻ അങ്ങനെ താടിയും മുടിയൊക്കെ വെച്ച്, ഞാൻ ഈ യുവാവിനെ മാറ്റി പ്രായമുള്ള ഒരാളെ അങ്ങനെ കിടന്നുറങ്ങുക. അയാൾ കിടന്ന് അല്പം ഇത് കണ്ടുകൊണ്ട് മാന്യനായൊരു മനുഷ്യനെ കയറി വന്നു. അയാൾക്കിത് കണ്ടപ്പോൾ പിടിച്ചില്ല. ഇതെന്താ അതായിട്ട് അയാളെ? അയാൾ മൂരി നിവർന്ന് കോട്ടുവായിട്ട് പോക്കറ്റിൽ നിന്നൊരു ബീഡിക്ക് കത്തിച്ച് അതൊന്ന് വെച്ചിട്ട് ഇങ്ങനെ വലിക്കുക. എന്തായി ചെയ്യണേ? കണ്ടില്ലേ ബീഡി വലിക്കുന്നു. അത് മനസ്സിലായി. ഇതൊക്കെ ചെയ്യണോ? എന്താ തെറ്റ്? അല്ല, ഇത് പഴുതിട്ട ആൾ കണ്ടാൽ വഴക്ക് പറയില്ലേ? വഴക്കൊന്നും പറയില്ല. കണ്ടോ, ഇതുമ്പോൾ പതിച്ചിരിക്കുന്ന അക്ഷരങ്ങൾക്ക് ഓരോന്നിനും 50 രൂപ 75 രൂപയൊക്കെ വരെയുണ്ട്. ഞാൻ വന്ന് കിടക്കുന്നതിന് മുമ്പ് 1-2 അക്ഷരങ്ങൾ ആരോ അടർത്തിക്കൊണ്ടുപോയി. ഞാൻ വന്ന് കിടന്നതിന് ശേഷം പിന്നെ ഒറ്റ അക്ഷരവും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പണിതാൾ എന്നെ കണ്ടാൽ അനുമോദിക്കുള്ളൂ എന്നാണ്. തന്നെയല്ല, അയാൾ ഇവിടെയൊന്നും ഇല്ല. അയാൾ കൽക്കട്ടയിൽ വലിയ കോടീശ്വരനാണ്. അയാളുടെ മകളെ കേരളം കാണിക്കാനായിട്ട്, മലയാളിയാണെങ്കിലും കേരളം കാണിക്കാനായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ കൊല്ലം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു. ഇവിടെ അടക്കം ചെയ്തു പോയതാ. ആളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, സാറിന് ഇവിടെ കണ്ടിട്ടുള്ള എനിക്ക് പരിചയമില്ല, സാറിനെ എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ വന്ന ആൾ പറഞ്ഞു,
കൽക്കട്ടയിലെ മുതലാളിയാണ് ഞാൻ. സാർ അപ്പോഴേക്കും ക്ഷമിക്കണം. പക്ഷേ ഈ മനുഷ്യൻ്റെ മുഖത്തല്ല വന്ന മുതലാളി നോക്കിയത്, ആ ശവകൂടത്തിലേക്ക് നോക്കി. ഇവിടെ എല്ലാ ദിവസവും പൂക്കൾ വയ്ക്കാറില്ലേ? മെഴുകുതിരി കത്തിക്കാറില്ലേ? ഇല്ലല്ലോ. ഇല്ലേ? ഞാൻ അതിനുള്ള പണം എല്ലാ മാസവും അയച്ചു കൊടുത്തിരുന്നല്ലോ. ആർക്ക്? പള്ളിയിലെ ക്ലർക്കിന്. ക്ലർക്കിന് അയച്ചു കൊടുത്തോ? എന്നാൽ അവനത് പോക്കറ്റിലാക്കിയിട്ടുണ്ടാവും, ആരും കാണാനില്ലല്ലോ. അത് കേട്ടപ്പോൾ മുതലാളിക്ക് വല്ലാത്ത വിഷമായി. കാറിലൊരു ഉപകാരം ചെയ്യണം, ഞാൻ പൈസ ഒരു റീത്ത് വാങ്ങിക്കൊണ്ടുവരാമോ? ശരി സാർ. പോകുന്ന വഴിക്ക് ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് ആ ക്ലർക്കിനോടൊന്ന് പറഞ്ഞേക്ക്. പറയാം. അയാൾ പൈസയും കൊണ്ടുപോയി. അല്പം കഴിഞ്ഞപ്പോൾ മുതലാളി ശവകൂടത്തിലേക്ക് നോക്കിയിട്ട്, മോളെ, ഡാഡി നിന്നെ മറന്നതല്ല. നിൻ്റെ ആത്മാവിന് നെറ്റിശാന്തി ലഭിക്കാൻ എല്ലാ ദിവസവും കൂടെ പൂക്കൾ വയ്ക്കാനും തിരി കത്തിക്കാനും ഞാൻ ഏർപ്പാട് ചെയ്തിരുന്നു മോളെ. പക്ഷേ ഡാഡിയെ ആ മനുഷ്യൻ പറ്റിച്ചു, സോറി എന്ന് പറഞ്ഞു. ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് നോക്കിയപ്പോൾ ആ ക്ലർക്ക് വരുന്നു, വളരെ ഒരു കുറ്റബോധത്തോടു കൂടി. മുതലാളി ഇവനെ കണ്ടപ്പോഴേക്കും, ഞാനിവിടെ വരുന്നുവെന്ന് നീ വിചാരിച്ചില്ല അല്ലേ? വിചാരിച്ചില്ല. ഞാൻ എല്ലാ മാസവും മണി ഓർഡർ അയച്ചിരുന്നു, കിട്ടി. 500 രൂപ വെച്ച് അത് കിട്ടി. ഞാൻ ചില നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നു, പാലിക്കാൻ പറ്റിയില്ല. കാരണം ഒന്നും എന്നോട് പറയണ്ട. എന്താ നിനക്ക് പറയാനുള്ള കാരണം? എന്നെ വഞ്ചിച്ച കഥയാണ്. നീ ഒന്ന് മനസ്സിലാക്കണം, കൽക്കട്ടയിൽ നിന്ന് എൻ്റെ നിലയും വിലയും എന്താണെന്ന് നിനക്കറിയോ? ഞാൻ ഞൊടിച്ചാൽ നല്ല ശവം പോലും പിന്നെ ബാക്കി കാണില്ല. എന്നോടാ നീ കളിക്കണേ? സാർ, ഞാൻ പറയുന്നവർക്ക് എന്താ നിനക്ക് പറയാനുള്ളത്? സാറിൻ്റെ ആദ്യത്തെ മണി ഓർഡർ 500 രൂപ കിട്ടിയ ദിവസം വിധവയായ ഒരു യുവതി എൻ്റെ മുമ്പിൽ വന്നു. ആ യുവതിയുടെ കൂടെ 10 വയസ്സ് പ്രായമുള്ള അവരുടെ ഏക മകൻ കൂടെയുണ്ട്. ആ കുട്ടിയുടെ ഹാർട്ടിൻ്റെ വാൽവിന് തകരാറ്, ചികിത്സിക്കാൻ പണമില്ല. പ്രിസ്ക്രിപ്ഷൻ നോക്കിയപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി. എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. സാറിന് കൽക്കട്ടയിൽ ഇരുന്നിട്ട് എന്ത് തോന്നിയാലും വിരോധമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യത്തെ 500 രൂപ ഞാൻ കൊടുത്തു സാർ. 500 രൂപ ആ വിധവയ്ക്ക്, അച്ചാമ്മ എന്നാണ് വിധവയ്ക്ക് കിട്ടിയപ്പോൾ നിധി കിട്ടിയ സന്തോഷത്തോടെ അവൾ പോയി. കൂലിപ്പണിക്കാരിയായ അച്ചാമ്മ കൂലിപ്പണിക്ക് പോകുന്നതിന് മുമ്പ് അതിരാവിലെ ഈ ശവകുടീരത്തിൽ വന്ന് സാറിൻ്റെ മകളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സാർ. ഉരുകിത്തീരുന്ന മെഴുകിരിയേക്കാൾ, കരിഞ്ഞു പോകുന്ന പൂക്കളേക്കാൾ വിലയുള്ളതല്ലേ സാർ അച്ചാമ്മയുടെ കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന മെഴുനീർപ്പൂക്കൾ എന്നാണ് നാടകത്തിൻ്റെ പേര്. ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അച്ചാമ്മയും കോച്ചും ശബത്തിലേക്ക് വരുന്നു. സത്യസന്ധനായ ക്ലർക്ക് പറഞ്ഞിരിക്കുന്നു, അച്ചാമ്മേ, നിന്നെ ഇതുവരെ സഹായിച്ച മുതലാളി വന്നിട്ടുണ്ട്. 11 മാസക്കാലം നിൽക്കുക, എല്ലാ മാസവും 500 ഞാൻ തന്നില്ലേ? ആളുതേ വന്നിരിക്കുന്നു, ചെന്ന് നന്ദി പറ. മുതലാളി നോക്കി, എന്താ മോൻ്റെ പേര്? എൻ്റെ പേര് കുട്ടപ്പൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 5ാം ക്ലാസ്സിൽ. എന്താ അവന് സുഖേട്? അവൻ്റെ ഹാർട്ടിൻ്റെ വാൽവിന് തകരാറാണ് സാറേ. ഒരുപാട് സ്ഥലത്തൊക്കെ കൊണ്ടുപോയി, ഒടുവിൽ വലിയൊരു കൊണ്ടുപോയി അവർ 1.5 ലക്ഷം രൂപ വേണം ഓപ്പറേഷൻ നടത്താൻ. അപ്പോൾ എന്ത് ചെയ്യാൻ പോണു? എന്ത് ചെയ്യാൻ? ആകെ 2-3 സെൻറ്റ് സ്ഥലമുള്ളൊരു കൂരപ്പരയുണ്ട്, അത് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് ചെന്ന് സങ്കടവും താഴ്ചയും പറയണമെന്ന് കാത്തിരിക്കുക. ആ സമയത്ത് മുതലാളി പറഞ്ഞു, നീ നിൻ്റെ വീട് വെക്കണ്ട, അപ്പോൾ നിനക്ക് താമസിക്കണ്ടേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഓപ്പറേഷൻ്റെ 1 ലക്ഷം രൂപ ഞാൻ നിനക്ക് സഹായിക്കാം. 500 രൂപ പോയപ്പോൾ പൊട്ടിത്തെറിച്ച മുതലാളി 1 ലക്ഷം രൂപ തൻ്റെ മനസ്സിൽ നിന്ന് സന്തോഷത്തോടു കൂടി ആ കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുന്നു. പങ്കുവയ്ക്കുന്ന സ്നേഹം. ഈ 15 മിനിറ്റ് നാടകത്തിൽ സന്ദേശമുണ്ടോ? ക്രൈസ്തവ സ്നേഹമുണ്ടോ? പങ്കുവയ്ക്കലുണ്ടോ? ഇതൊരൊറ്റ നാടകത്തിലൂടെ. ഇതുപോലെ എൻ്റെ എല്ലാ നാടകങ്ങളുടെ പിന്നിലും അനുഭവങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, ക്രൈസ്തവ മൂല്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള നാടകങ്ങൾ എല്ലായിടത്തും അരങ്ങേറണം. എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും, 1000 സദസ്സുകളിൽ എൻ്റെ മൂല്യവാഹിയായ നാടകങ്ങൾ അരങ്ങേറിയപ്പോഴൊക്കെ ആ സദസ്സുകളിൽ 1000 സദസ്സുകളിൽ മൂല്യശൂന്യങ്ങളായ നാടകങ്ങൾ
നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ സഭയ്ക്കും സമൂഹത്തിനും ചെയ്ത സേവനം. തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് അഖില കേരള റേഡിയോ നാടകോത്സവം 2ാം ദിവസം. അരനൂറ്റാണ്ടോളം നാടകരംഗത്ത് സജീവമായ CL ജോസ് അന്നു മുതൽ ഇന്നുവരെ തന്റെ കർത്തവ്യം മറന്നിട്ടില്ല. മൂല്യച്യുതി പ്രകടമാകുന്ന ഒരു നാടകം പോലും തന്റെ രചനാ പട്ടികയിൽ ഇടം പിടിക്കാതിരിക്കാൻ പ്രധാന കാരണം തന്റെ നാടകരചനയിലൂടെ താൻ പ്രേക്ഷകരോട് സംവദിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനാലാണ്. ആ സംവാദത്തിന്, ആശയം പങ്കുവയ്ക്കലിന് പല വേദികൾ ദൈവാനുഗ്രഹത്താൽ ലഭിച്ചു. ആസ്വാദകരുടെ മനസ്സുകൾ നന്മയിലേക്കടുക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് തൻ്റെ ഓരോ രചനയും ഇദ്ദേഹം പൂർത്തിയാക്കിയിരുന്നത്. അതിനാൽ ഇന്നും ആ രചനകൾ ജനഹൃദയങ്ങളിൽ ഒരു അനുഭൂതിയായി, അവിസ്മരണീയമായി നിലകൊള്ളുന്നു. സാറിൻ്റെ നാടകങ്ങൾ ജനങ്ങൾ വളരെയേറെ ഹൃദയത്തിൽ താലോലിക്കുന്ന, ബഹുജനങ്ങൾ ഏറ്റുവാങ്ങിയ നാടകങ്ങളാണ്, ജനകീയ നാടകങ്ങളാണ്. ആ നാടകങ്ങൾ എഴുതാൻ അത്തരത്തിലുള്ള ഒരു നാടക വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടോ എന്നറിഞ്ഞാൽ. ഞാൻ നാടകം എഴുതുന്നതിന് മുമ്പ് നാടകങ്ങൾ ചിലത് കണ്ടു, നാടകങ്ങൾ കൂടുതൽ വായിച്ചു എന്നല്ലാതെ വിട്ട് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ നാടക വർക്ക്ഷോപ്പുകളോ നാടക കളരികളോ ഒന്നുമില്ല. ഞാൻ കണ്ട അനുഭവങ്ങൾ വെച്ച് എൻ്റെ ജീവിതാനുഭവങ്ങളും കൂടി പാകപ്പെടുത്തി നാടകം എഴുതിയുണ്ടാക്കി. എഴുതി ഞാൻ തന്നെ വളർന്നു എന്നല്ലാതെ വിട്ട് മറ്റൊരാളുടെ കീഴിൽ ഞാൻ പഠിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ചോദിച്ചല്ലോ, നല്ല കലാസൃഷ്ടിക്ക് വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമാക്കരുത്, ജീവിതാനുഭവമാണ് മാനദണ്ഡമാക്കേണ്ടത്. വിദ്യാഭ്യാസം ഇല്ലാത്തവനും ജീവിതാനുഭവം ഉണ്ടാവും. അവന് എഴുതാൻ കഴിവുണ്ടെങ്കിൽ അവൻ്റെ ജീവിതാനുഭവം കിട്ടിവയ്ക്കും. അപ്പോൾ അക്കാഡമിക് ക്വാളിഫിക്കേഷനോ വലിയ വലിയ ഡിഗ്രികളോ അല്ല ഉത്തമമായ സാഹിത്യ രചനയുടെ മാനദണ്ഡം. എന്നെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞാൽ ഞാൻ വെറും SLC-കാരനാണ്. 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഞാൻ SLC-ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി. കുടുംബത്തിൽ പാകമല്ല, ഞാൻ നല്ലോണം പഠിച്ചു, എനിക്ക് ധാരാളം കൊണ്ട്. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. സെൻറ് തോമസ് കോളേജും ഹൈസ്കൂളും ഒരേ കോമ്പൗണ്ടിലാണ്. ആ ഹൈസ്കൂളിൽ മുമ്പ് റിട്ടയർ ചെയ്ത് പോയ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ആദ്യം ഒരു എൻഡോമെൻ്റ് വെച്ചു. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് അതാത് കൊല്ലം ഒരു ഗോൾഡ് മെഡൽ. ചെറിയ മാർക്കിനാണ് എനിക്ക് ഗോൾഡ് മെഡൽ നഷ്ടമായത്. അത്രമാത്രം പഠിക്കാൻ ഞാൻ മിടുക്ക് കാണിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അപ്പനോട് പറഞ്ഞു, എല്ലാ സുഹൃത്തുക്കളും കോളേജിൽ തരണം, എനിക്കും കോളേജിൽ തരണം. അപ്പോൾ അപ്പം പറഞ്ഞു, മോനെ അതെങ്ങനെയാണ് പറ്റുക, നിൻ്റെ താഴെ എത്ര പേരവിടെ മക്കൾ, ഞാനും എനിക്കും ചെറിയ വരുമാനമുള്ളൂ, നിൻ്റെ ഒരു വരുമാനം കൂടി കിട്ടിയിട്ട് വേണം നമുക്ക് മുമ്പോട്ട്, രണ്ടുപേരും കൂടി വലിച്ചാലേ കുടുംബം മുമ്പോട്ട് പോകുള്ളൂ. അല്ല മറ്റു കുട്ടികളൊക്കെ പഠിക്കുന്നില്ല. അപ്പം ഞാൻ ഒരു സൂത്രം പറഞ്ഞു, അപ്പം ഒന്ന് മനസ്സിലാക്കേണ്ടത് നല്ല ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉദ്യോഗം കിട്ടുള്ളൂ. എൻ്റെ മോനെ അവരൊക്കെ പഠിക്കുന്ന, അവർക്ക് പണമുള്ള വീട്ടിലെ കുട്ടികളാണ്, നമുക്കതൊന്നുമില്ല, നമ്മൾ ഈ രീതിയിൽ പോകണം. ഇന്നത്തെ തലമുറയാണെങ്കിൽ അവൻ നിരാഹാരം സത്യാഗ്രഹം ചെയ്യും, ലഹളം ഉണ്ടാക്കും. അവന് സിസ്റ്ററെ കെട്ടിക്കാൻ വെച്ചാണ് പൈസ ഉണ്ടെങ്കിൽ പോലും അവനത് മേടിച്ചു കൊണ്ടുപോയിട്ട് കോളേജ് ചേരും. അപ്പനറിയാവുന്ന ഞാൻ, എന്നെ അറിയാവുന്ന അപ്പൻ 17ാമത്തെ വയസ്സിൽ കളിപ്രായത്തിന് അവധി കൊടുത്ത് ഞാൻ തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിൽ ഒരു 20 രൂപ ശമ്പളത്തിന് ഒരു കുറിക്കമ്പനിയിൽ ജോലിക്കാരനായി മാറി. ജോലി കിട്ടി ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് പോകുന്നത് സെൻറ് തോമസ് ഹൈസ്കൂളിൻ്റെയും കോളേജിൻ്റെ മുറ്റത്ത് കൂടിയാണ്. ആ ഫുട്പാത്തിലൂടെ പോകാം. ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ തലേ വർഷം പഠിച്ച എന്നേക്കാൾ കുറഞ്ഞ മാർക്ക് കിട്ടിയ എൻ്റെ സഹപാഠികൾ ജോസ് എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി, അവർ കൈവീശി, ഞാനും കൈവീശി, അവർ ചിരിച്ചു. പക്ഷേ എൻ്റെ മുഖം മ്ലാനമായിരുന്നു. ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു, പറ്റിയില്ല. നിങ്ങളെപ്പോലെ പഠിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ എന്നുള്ള വേദനയോടുകൂടി ഞാൻ മുമ്പോട്ട് നടന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ കണ്ണ് തുടച്ചിട്ടാണ് അന്ന് ഓഫീസിൽ പോയത്.
ദെൻ ആഫ്റ്റർ ഇയേഴ്സ്, കുറേ വർഷങ്ങൾക്ക് ശേഷം ഏത് ഫുട്പാത്തിലൂടെ പോയപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ കൈവീശിയോ, അവർ ചിരിച്ചോ, അതേ ഫുട്പാത്തിലൂടെ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ SSLC-കാരൻ എഴുതിയ മണൽക്കാട് നാടകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA-BSc ടെക്സ്റ്റായിട്ട് അത് പ്രൊഫസർ ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ട് ഞാൻ പോകുന്നു. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം എന്നോട് പറയുന്ന എനിക്ക് തോന്നി, നീ എന്തിനാ കോളേജിൽ പോകാൻ പറ്റാത്ത വിഷമിക്കണേ? നിൻ്റെ കഥയും പാത്രങ്ങളെയും ഞാൻ കോളേജിൽ കയറ്റിയില്ലേ എന്ന്. പിന്നെ ഞാൻ കോളേജുകളിൽ ചെല്ലുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കാനാണ്. കേരളത്തിലെ വിവിധ കോളേജുകളിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ BA-BSc ടെക്സ്റ്റായി. കേരള യൂണിവേഴ്സിറ്റിയും വേറെ പാഠപുസ്തകം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും BA-BSc ടെക്സ്റ്റ്, പ്രീ ഡിഗ്രി ടെക്സ്റ്റ്, അങ്ങനെയല്ല. ഇതൊപ്പം തന്നെ എൻ്റെ സാമ്പത്തിക വിഷമങ്ങളും തീർത്തുകൊണ്ടിരിക്കുന്ന ദൈവം. പിന്നെ ഞാൻ എൻ്റേതായുള്ള, എനിക്ക് 10ൽ കൂടുതൽ പഠിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഉള്ള സമയം കൊണ്ട് ഡിക്ഷണറിയെ എൻ്റെ അധ്യാപകനാക്കി. ഞാൻ മാസികകൾ, ഇംഗ്ലീഷ് പത്രങ്ങൾ, സിനിമാ മാസികകളൊക്കെ ഇംഗ്ലീഷിൽ കടിച്ചു വലിച്ച് ഒക്കെ സ്വയം നേടി ഇപ്പം അത്യാവശ്യം ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഇംഗ്ലീഷിൽ എഴുതാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം, നമ്മുടെ കഠിനമായ അധ്വാനം. എൻ്റെ ജീവിതത്തിൻ്റെ വിജയമാണെങ്കിൽ കഠിനമായ അധ്വാനം, തീവ്രമായ പരിശ്രമം, അടിയുറച്ച ഈശ്വരവിശ്വാസം, 100% സത്യസന്ധത, വളരണമെന്നുള്ള അദമ്യമായ ഇച്ഛാശക്തി, ഇതൊക്കെ ഉണ്ട്. ഈ ക്വാളിറ്റീസുള്ള ആർക്കും വളരാൻ പറ്റും. 20 രൂപ ശമ്പളത്തിൽ കയറിയ ഞാൻ എൻ്റെ കുറി കമ്പനിയിൽ ചില സൂത്രവളികളൊക്കെ ചെയ്താൽ കാശുണ്ടാക്കാൻ വേണമെങ്കിൽ കുറി കെട്ടിയ ആളോട് അവനെ ചെറിയ കാശിന് മേടിച്ചിട്ട് കൂടുതൽ കാശിന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മാർജിൻ എനിക്ക് കിട്ടും. അത് ചെയ്തില്ല. 20 രൂപ കിട്ടിയ ഞാൻ എൻ്റെ നേരായ മാർഗത്തിലൂടെ എങ്ങനെ വലതുവശം ഒരു 0 കൂടി ഉണ്ടാക്കി 200 ആക്കാം എന്നാണ് എൻ്റെ ചിന്ത തുടങ്ങിയത്. കുറേ അധ്വാനം കഴിഞ്ഞു. അപ്പോൾ 200 ആക്കാൻ സാധിച്ചു. കാരണം ഞാൻ എൻ്റെ ഒഴിവ് സമയത്ത് മാസികകൾക്ക് പരസ്യങ്ങൾ പിടിക്കും. അതിൻ്റെ മാർജിൻ 25% കമ്മീഷൻ കിട്ടും. അപ്പോൾ തൃശ്ശൂരിൽ പല സുഹൃത്തുക്കളുടെയും മുതലാളിമാരുടെയും അവിടെയൊക്കെ ചെന്ന് പരസ്യം പിടിച്ചു കൊടുത്താൽ അങ്ങനെ വിടും. അപ്പോൾ 200 ആയിപ്പോൾ ഇനി വലതുവശത്തൊരു 0 ഉണ്ടാവാൻ എന്താ മാർഗം? അതിനുള്ള മാർഗങ്ങൾ എന്താണ്? 2000 ആക്കാം. കഠിനമായ അധ്വാനത്തിലൂടെ അപ്പോഴേക്കും റോയൽറ്റിയുടെ എമൗണ്ട് വന്നു തുടങ്ങി, നാടകത്തിൽ വന്നു തുടങ്ങി. അങ്ങനെ 2000 ആയി. പിന്നെ എൻ്റെ ചിന്ത, വലതുവശം ഒരു 0 കൂടി, മാസം 20,000 രൂപ കിട്ടാൻ എന്താ മാർഗം? സത്യസന്ധമായ മാർഗത്തിലൂടെ, നേരായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിക്കുക എന്ന നയം സ്വീകരിച്ചുകൊണ്ട് അപ്പോഴേക്കും ഞാൻ ഒരു ചെറിയ സ്ഥലം വാങ്ങി. അത് മുറിച്ച് വിറ്റപ്പോൾ കാശ് കുറേ കൂടുതൽ കിട്ടി. അത് മറച്ചു വിറ്റപ്പോൾ അങ്ങനെ അതിൻ്റെ മാർജിനും എനിക്ക് കിട്ടുന്ന റോയൽറ്റിയും എൻ്റെ ഓഫീസിലെ ശമ്പളം എല്ലാം കൂടി വന്നപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുമ്പോഴേക്കും മാസം 20,000 രൂപ എത്തത്തക്ക രീതിയിൽ ദൈവം എന്നെ വളർത്തി. പിന്നെ അതിലും കൂടുതൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. ആർത്തി വേണ്ട, ആവശ്യങ്ങൾ നടന്നാൽ മതി. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സമൂഹത്തിന് കാണിച്ചു കൊടുത്ത, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണിച്ചു കൊടുത്ത. എൻ്റെ പേര് ഡെയ്സൺ. ഞാൻ അപ്പച്ചൻ്റെ 2ാമത്തെ മകനാണ്. എൻ്റെ ഭാര്യ ജോമോള്, മൂത്ത മകൻ ജോസ്, 2ാമത്തെ മകൻ തോമസ്. പിന്നെ അപ്പച്ചനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പച്ചൻ്റെ ജീവിത ചിട്ടകളും ജീവിത ശൈലികളും ഞങ്ങൾ വളരെ അധികം ആകർഷിച്ചിട്ടുള്ള ഒരു ഇതാണ്. അതായത് സത്യസന്ധമായ ഒരു ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോവുകയും മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ട്, ആദർശങ്ങളിൽ അടിയുറച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മാതൃക പുരുഷനാണ്. ഞങ്ങൾക്ക് വേറെ ആരെയും ഒരു മാതൃകാപരമായി അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല. പിന്നെ അപ്പച്ചൻ ഞാനൊക്കെ ചിലപ്പോൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അപ്പച്ചൻ മിക്കപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അപ്പച്ചൻ്റെ കയ്യിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാഗസിനോ പേപ്പറോ അല്ല എന്തെങ്കിലും കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പച്ചൻ വായിച്ചറിഞ്ഞിട്ടുള്ള നല്ല മൂല്യങ്ങളുള്ള നല്ല അനുഭവങ്ങളുള്ള പലരുടെയും കഥകളും ഇതുകളും ഞങ്ങൾക്ക് അത് വായിച്ച് പകർന്നു തന്ന് ഞങ്ങളെ ഒരു സന്മാർഗത്തിൽ കൂടി, നന്മയുടെ മാർഗത്തിൽ കൂടി നയിക്കുവാനായിട്ട് അപ്പച്ചനെ വായിച്ച് ഞങ്ങൾക്ക് എളുപ്പിച്ച് തരും.
അത് എൻ്റെ കയ്യിൽ തന്നു വിട്ട് എൻ്റെ വീട്ടിൽ കൊടുത്ത് ഭാര്യയ്ക്കും കുഞ്ഞുമക്കൾക്കൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു വിടാറുണ്ട്. അതൊരു ഞങ്ങളെ ഒരു സത്യമാർഗത്തിൽ കൂടി നയിക്കാനായിട്ട് അപ്പച്ചൻ കാണിക്കുന്ന ആ വ്യഗ്രത അത് ഞങ്ങൾക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ വളരെയധികം സംതൃപ്തി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിലെ ആ കൂട്ടായ്മയാണ് ഏറ്റവും വലിയ സന്തോഷമായി ഞാൻ കരുതുന്നത്. അതിന് ഞാൻ എനിക്ക് ഇതുപോലെ എൻ്റെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് വഴികാട്ടിയായി തന്ന ദൈവത്തിന് ആയിരം നന്ദി പറഞ്ഞ് ഞാൻ കൊള്ളുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബാല്യം മുതൽ ഈ പ്രായം വരെ വേദനാജനകമായ ഹൃദയസ്പർശിയായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് നമ്മുടെ അഭിമുഖത്തിൽ വന്നിട്ടുള്ളത്. ഇത് ധാരാളം അനുഭവങ്ങളുള്ള ഒരു പുസ്തകമാണ് എൻ്റെ ആത്മകഥ ഓർമ്മകൾക്ക് ഉറക്കമില്ല. 7 പതിപ്പ് കഴിഞ്ഞു. 8ാം പതിപ്പ് സോഫിയ ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടിരിക്കുന്നത്. അത് ഓരോ വീടുകളിലും ഉണ്ടാവേണ്ട ഒരു പുസ്തകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സീറോയിൽ നിന്ന് ദൈവം എങ്ങനെ ആ ആളെ ഉയർത്തി എന്നുള്ളതിൻ്റെ യഥാർത്ഥമായ ചിത്രം അത് വായിക്കുന്ന ആളുകൾക്ക് വരും. പ്രചോദനാത്മകമായ ഒരു പുസ്തകമാണ് അത്. സുകുമാർ അഴീക്കോട് ആ ഈ കൃതിയെക്കുറിച്ച് നല്ല മനുഷ്യൻ്റെ ജീവിതകഥ, നല്ല ജീവിതകഥ എന്നെഴുതി. BR കൃഷ്ണയ്യർ ആ ആത്മകഥ വായിച്ചിട്ട് മനസ്സിനെ കൊളുത്തി വലിക്കുന്നു എന്നാണ് അദ്ദേഹം ഹെഡിങ് എഴുതിയത്. ചക്രാനന്ദ സ്വാമികൾ പറഞ്ഞു ഉള്ളിൽ തട്ടുന്ന ആത്മകഥ. പ്രൊഫസർ മാത്യു ഉലകന്ത്ര പറഞ്ഞു അനുഭവങ്ങളുടെ തീവ്രത. തൊങ്ങുഴി പിതാവ് അത് വായിച്ചിട്ട് അതിൽ എനിക്ക് സന്ദേശം എഴുതി. ഈ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ധാരാളം പേർ വായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒത്തിരി ആശിച്ചു. ഇതിന് സകല നന്മകളുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. സാറിൻ്റെ ഇതുവരെയുള്ള ഈ അനുഭവ വിവരണം അവിടെ നിന്നും ഇവിടെ നിന്നും ഉള്ള ചില അംശങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് പകർന്ന് കിട്ടിയിട്ടുള്ളൂ. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവ എത്രമാത്രം ഹൃദയസ്പർശിയാണെന്ന്, സാറിൻ്റെ ജീവിതം തന്നെ ഒരു വലിയ ഹൃദയസ്പർശിയായ ഒരു നാടകമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് സാറിൻ്റെ വായ്മൊഴിയിലൂടെ തന്നെ വളരെ നാടകീയമായിട്ട് ഒരു തിരക്കഥ രചന ഞങ്ങളുടെ മുൻപിൽ, തിരക്കഥ ഞങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് പോലെ അവതരിപ്പിച്ച് കേട്ടപ്പോൾ വളരെയധികം കൺമുൻപിൽ എന്നതുപോലെ ഞങ്ങൾക്കത് കാണാനും അനുഭവിക്കാനും സാധിച്ചു. തീർച്ചയായും സാറ് പറഞ്ഞത് ശരിയാണ്. ഓർമ്മകൾക്ക് ഉറക്കമില്ല എന്ന ആ ആത്മകഥ ഏവർക്കും പ്രചോദനകരം തന്നെ എന്ന കാര്യത്തിൽ തർക്കമില്ല. താങ്ക് യു.